ഹെയർ ജെല്ല് നമ്മളുടെ കയ്യിലുണ്ടെങ്കിലും മതി നമ്മുടെ എല്ലാ മുടിയും തിക്കായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത് നമുക്കൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ പുറത്ത് പോണവരാണെങ്കിൽ കൂടെ ഇത് ധൈര്യമായിട്ട് എടുത്തിട്ട് പോവാം. അതേപോലെ തന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്നവരാണ്, വർക്കിംഗ് വുമൺസ് ആണ്, കോളേജിലേക്ക് പോകണം, സ്കൂളിലേക്ക് പോകണം, ഹെയർ വളർത്തിയെടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ചേച്ചി, പക്ഷെ അതിനൊട്ടും സമയമില്ല എന്ന് പറയുന്നവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഹെയർ കെയർ ആണിത്. കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാം, അത്രയ്ക്കും എഫക്റ്റീവാണ് ഇതിൻ്റെ ഒരു റിസൾട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിൽ ഇത് നമുക്ക് ഏത് സമയത്ത് എങ്ങനെ വേണ്ടെങ്കിലും നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ പല പല പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഹെയർ ജെല്ലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന രീതികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാൽ മതി. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതിനായിട്ട് വേണ്ട വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഫ്ലാക്സ് സീഡ് ഈ ഒരു ഹെയർ കെയറിന് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്ലാക്സ് സീഡിനകത്ത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഓരോ മുടിയും നന്നായിട്ട് വളരണം, തിക്കായിട്ട് മാറണം എന്നുണ്ടെങ്കിൽ omega-3 ഫാറ്റി ആസിഡ് നമ്മുടെ മുടിക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒന്നാണ്. അത് നമ്മുടെ ഈ ഒരു ഫ്ലാക്സ് സീഡിൽ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓരോ മുടിക്കും തിക്നെസ് കൂടാൻ വേണ്ടിയിട്ട് സൂപ്പറാണെന്ന് വെച്ചാൽ സൂപ്പറായിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഞാൻ ഒരു പാത്രത്തിലിട്ട് ഇത് നല്ലതുപോലെ കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ പൂവാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഉണ്ട ചെമ്പരത്തി ആണെന്നുണ്ടെങ്കിലും റെഡ് കളറിലുള്ള ചെമ്പരത്തി ആണെങ്കിലും ഒക്കെ നല്ലതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ റെഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു യെല്ലോ കളറിലുള്ള ചെമ്പരത്തി ഒരു 3 എണ്ണം എടുക്കുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവും ചെമ്പരത്തിയുടെ ജെല്ലൊക്കെ ഉണ്ടാക്കി എടുത്ത് മാർക്കറ്റിൽ വിൽപ്പന ചെയ്യണത്. ചെമ്പരത്തിയുടെ ജെല്ല് സൂപ്പറാണ് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചെമ്പരത്തി കിട്ടാനില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേര ഉണ്ടല്ലോ, വലിയ തണ്ട് അലോവേരയുടെ ജെല്ല് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഫ്ലാക്സ് സീഡിനകത്ത് ഇട്ട് കൊടുക്കാം. സെയിം പ്രോസസ്സ് തന്നെയാണ് ചെമ്പരത്തിയുടെ പകരം അലോവേര. ചെമ്പരത്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെമ്പരത്തി തന്നെ എടുക്കാം. ചെമ്പരത്തി ഇല്ലാത്തവർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അലോവേര. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഉലുവയാണ്. ഉലുവ നമ്മുടെ തലയിലെ താരനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി നമ്മുടെ സ്കാൽപ്പ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ കെയറിനകത്ത് നമ്മൾ ഉലുവ ചേർക്കുന്നത്. നമ്മുടെ സ്കാൽപ്പ് എപ്പോഴും ക്ലീൻ ആണെങ്കിലാണ്, നമ്മുടെ തലയോട്ടി എപ്പോഴും ക്ലീൻ ആണെങ്കിലാണ് നമുക്ക് അവിടെ നല്ല നല്ല മുടികളും കിളിർത്ത് വളരുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉലുവ വളരെ നല്ലതാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ചും ഉലുവ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരെ അടുപ്പത്ത് കൊണ്ടുവച്ച് വളരെ ലോ ഫ്ലെയിമിൽ, ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് നമ്മൾ ഈ ഒരു ജെല്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പാടില്ല. വളരെ ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ഒരു ജെല്ല് ഉണ്ടാക്കിയെടുക്കുക. ഒരു ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു ജെല്ല് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജെല്ലാണ്. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റൊക്കെയാണ് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയെടുത്ത സമയം കേട്ടോ. എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ആ ഒരു ചൂട് നമ്മുടെ ഈ ഒരു പാത്രത്തിലേക്ക് തട്ടും തോറും നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലും നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ലൊക്കെ സെപ്പറേറ്റ് ആയി വരും. നമ്മുടെ വെള്ളം നല്ലൊരു ലിക്യൂഡായിട്ട് ഒരു പശ മാതിരി ഒട്ടുന്നത് പോലെ ഫീൽ ചെയ്യും. നിങ്ങൾ ഒരുപാട് തിക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ലൂസായിട്ടുള്ള ആ ഒരു പരുവം ആകുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനിയിപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് അത് തിക്കായി പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം വീണ്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നമ്മുടെ കളർ ചേഞ്ച്, നമ്മുടെ വെള്ളത്തിന് നല്ലൊരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. നല്ലൊരു യെല്ലോയിഷ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ജെല്ല്. അത് നമ്മുടെ ചെമ്പരത്തിയുടെയും ഉലുവയുടെയാണ്. ഇനിയിപ്പം നിങ്ങൾ ഈ ഒരു ചെമ്പരത്തി റെഡ് കളറിലുള്ളതാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ കളർ മാറി റെഡിഷ് കളറായിരിക്കും നിങ്ങളുടെ ഈ ഒരു ജെല്ലിന് കിട്ടുക കേട്ടോ. ഞാൻ യെല്ലോ കളർ ചെമ്പരത്തി ആഡ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു നിറം നമ്മുടെ ഈ ഒരു ജെല്ലിന്. അപ്പോൾ അതൊന്ന് മനസ്സിൽ വെക്കുക. അതിനുശേഷം ഇത് ചൂടാക്കി എടുക്കുക. നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഇങ്ങനെ കുഴഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാകം കറക്റ്റായിരിക്കണം. ഒരുപാട് തിക്കായി കഴിഞ്ഞാൽ ജെല്ല് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ലിക്യൂഡായിട്ടിരിക്കുന്ന ആ ഒരു സമയം തന്നെ നമ്മളിങ്ങനെ തൊട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഒട്ടൽ ഫീൽ ചെയ്യും. അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഉടനെ ഇത് അരിച്ചെടുക്കണം. നമ്മളിത് അരിച്ചെടുക്കുക, പിന്നെ ചൂടാറിയിട്ട് അരിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെല്ല് സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ ഒരു ചൂടോടുക്കനെ തന്നെ നിങ്ങളിത് അരിച്ചെടുത്ത് ഒരു അരിപ്പി യൂസ് ചെയ്ത് അരിച്ചെടുത്ത് മാറ്റി വയ്ക്കുക.
അരിച്ചെടുത്ത് കഴിഞ്ഞ് ചൂടാറുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ജെല്ല് ശരിക്കും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും. ഇതിൻ്റെ പാകവും പരുവവും ഒക്കെ തന്നെ. ഈ ഒരു ജെല്ലാണ് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് പുറത്തുനിന്ന് വാങ്ങിച്ച ആൾക്കാർ യൂസ് ചെയ്യുന്നത്. അതിലാണെന്നുണ്ടെങ്കിലോ ധാരാളം കെമിക്കൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. കാരണം അത് കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കെമിക്കൽ ആഡ് ചെയ്തിട്ടാണ് ഒരു ബോട്ടിൽ നമുക്ക് തരുന്നത്. പക്ഷേ നമ്മളൊരു തരി പോലും കെമിക്കൽ ഇല്ലാതെ 100% നാച്ചുറലായിട്ട് നമ്മുടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ ഒരു ജെല്ല് അതിനേക്കാളും ഗുണവും അതിനേക്കാളും സൂപ്പറാണ് കാണാനും എന്താ പറയുക ഉപയോഗിക്കാനും. ഇനി ഈ ഒരു ജെല്ല് നിങ്ങളൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം വരെ നിൽക്കും. 10 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾക്ക് ഈ ഒരു ജെല്ല് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. കാരണം ഇതിൽ നമ്മൾ കെമിക്കൽ ഒന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയായി പോകും. കൂടുതൽ 1 മന്ത് 2 മന്ത് ഒക്കെ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് ഇന്ന് അതായത് ഒരു ദിവസം യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റി മാത്രം ഒരു സ്പൂൺ യൂസ് ചെയ്ത് എടുത്ത് മാറ്റുക. ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ഹെയർ ജെല്ല് റെഗുലറായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. ചില ആൾക്കാർക്ക് തലയിൽ മുടി ഉണ്ടാവും, പക്ഷേ ഫുള്ളായിട്ട് ഗ്യാപ്പായിട്ട് ഇങ്ങനെ തലയോട്ടി തെളിഞ്ഞു കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ജെല്ലിൻ്റെ കൂടെ നമ്മുടെ ഈ ഒരു ഓണിയൻ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 10-15 ചെറിയുള്ളി എടുത്ത് നിങ്ങളൊരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുക. ഇനി ഈ ഒരു നീരിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ലുണ്ടല്ലോ, അത് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ലതുപോലെ കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നിങ്ങൾ ആഴ്ചയിൽ 3 വട്ടം വെച്ച് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്കാൽപ്പ് വേർതിരിച്ച് നിങ്ങളുടെ സ്കാൽപ്പിൽ തട്ടുന്ന രീതിയിൽ, തലയോട്ടിയിൽ തട്ടുന്ന രീതിയിൽ ഈ ഒരു ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓണിയൻ ജ്യൂസിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഫുള്ളായിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കെട്ടിവെക്കുക. അതിനുശേഷം ഒരു 20 മിനിറ്റ് നേരം മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒരു മൈൽഡ് ഷാമ്പു, നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഷാമ്പു യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിൽ ഇട്ടതിന് ശേഷം ഈ ഒരു പാക്ക് ഇട്ട് ഷാമ്പു ഇട്ട് കഴുകാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹെയർ കെയർ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ജെല്ല് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ജെല്ല് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് രാത്രിയാണെന്നുണ്ടെങ്കിലും കുറച്ച് നമ്മുടെ കൈകളിലാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് മുടി കെട്ടിവെക്കാം. മുടി നന്നായിട്ട് ചീവിയെടുത്ത് കെട്ടിവെക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ രാവിലെ വേണമെങ്കിലും ഈ ഒരു ഹെയർ ജെല്ല് ഇടാം. നിങ്ങളിപ്പോൾ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസമാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഹെയർ ജെല്ലിട്ട് നമ്മുടെ മുടിയിലും നമ്മുടെ സ്കാൽപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് മുടി ചീവിയെടുത്താൽ മതി. നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്മൂത്തായിട്ട് മാറും ഈ ഒരു ജെല്ല് നമ്മുടെ മുടിയിലിടുമ്പോൾ. അതേപോലെ തന്നെ ഈ ഒരു ജെല്ലിട്ട് നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ മുടി കഴുകിയെടുത്താൽ മതി. ഷാമ്പൂവിൻ്റെ ആവശ്യമൊന്നുമില്ല. മുടി കഴുകിയെടുക്കണമെന്ന് നിർബന്ധവുമില്ല. അങ്ങനെ നിങ്ങൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ ഈ ഒരു ജെല്ല് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് നല്ലൊരു വ്യത്യാസം വേണമെന്നുണ്ടെങ്കിൽ രാത്രി എന്നും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ മുടി നല്ല രീതിക്ക് തന്നെ തിക്കായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ജെല്ലിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട് കേട്ടോ സമയം. അപ്പോൾ എൻ്റെ മോനൊക്കെ ഉറങ്ങി, പണിത്തിരക്കുകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ രാത്രി ഹെയർ കെയർ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ടും ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ മുടി അയച്ചിട്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ മുടി ഒന്ന് ചീവി കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും കിടക്കണതിനേക്കാളും മുൻപായിട്ട് മുടി ചീവി എടുക്കണം. രാവിലെ നമ്മൾ എത്ര അയച്ചിട്ട് നടന്നിട്ടുണ്ടെങ്കിലും രാത്രി നമ്മൾ നിർബന്ധമായിട്ട് ഇത് ചെയ്തെടുക്കണം. അപ്പോൾ മുടിയുടെ താഴെ മുതൽ ചീവിയെടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ജെല്ലിട്ട് നമ്മുടെ ഹെയർ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ മുടി നല്ലതുപോലെ സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ജെല്ലിട്ട് ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ മുടിക്ക് ഒരു തിക്നെസ്സും ഫീൽ ചെയ്യും. അതും ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇന്ന് ഞാൻ ഇനി പ്രത്യേകിച്ച് വേറെ ഹെയർ കെയർ ഒന്നും തന്നെ, നൈറ്റ് ഹെയർ കെയർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് മുടി ചീവിയെടുത്ത് സ്കാൽപ്പ് ഒന്ന് മസാജ് ചെയ്ത് കെട്ടിവെക്കുകയാണ്. ഇന്ന് ഓൾറെഡി ഞാൻ ഈ ഒരു പാക്കൊക്കെ ഇട്ട് ഹെയർ വാഷ് ചെയ്തത് കൊണ്ട് തന്നെ മുടി ഇപ്പം നല്ല രീതിക്ക് സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ്. ഇനി ഇതിൽ കൂടുതൽ ഇന്ന് മുടിയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നല്ല രീതിക്ക് മുടി കെട്ടിവെക്കുകയാണ്. അപ്പോൾ കെട്ടിവെക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ലൂസായിട്ട് വേണം നമ്മുടെ മുടി കെട്ടിവെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടൈറ്റായിട്ട് മുടിയെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ മുടി കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് അത് പ്രശ്നമാണ്. രാത്രിയാണ് നമുക്ക് മുടി വളരുക. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ കെട്ടിവെച്ച് നിങ്ങൾ കിടന്നുറങ്ങുക. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞു തന്ന റൊട്ടീനിൽ നിങ്ങൾ ഈ ഒരു ഹെയർ ജെൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ കെയറാണ്. കൊഴിഞ്ഞു പോയ സ്ഥാനത്ത് വരെ പുതിയ മുടികൾ കിളിർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജെല്ല് ഹെൽപ്പ് ചെയ്യും. അത്രയ്ക്കും എഫക്റ്റീവാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതേപോലെ മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ
ബൈ ഫ്രം രമ്യ.